എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? അപ്പോൾ ഗീതേച്ചി എന്നോട് പറഞ്ഞത്, ബിജി ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോയുടെ താഴെ പോയി ഇവന്മാർ ഈ വീട് മറിച്ച് അതിൻ്റെ അകത്ത് ഞാൻ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നോക്കിയിട്ട് റിപ്ലൈ തരണേന്ന്. അയ്യോ, ഞാനത് 1-2 പ്രാവശ്യം നോക്കി ചേച്ചി, അതിൻ്റെ അകത്തൊന്നും അങ്ങനെ ഒരു കമൻറ്റ് ഇല്ല. എവിടെ പോയോ എന്തോ. ചിലരുടെ അങ്ങനെ കമൻറ്റ് എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കും. എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പ്രീസമോനെ, സൂസൻ ആൻറ്റി പറഞ്ഞായിരുന്നു ഒരു ഹായ് പറയാൻ. ഒത്തിരി നാളായി. മോനങ്ങ് വലിയ ബിസി മാനല്ലായിരുന്നു. അവിടെ കഴുത്തെന്തോ അങ്ങനെ വല്ലാതിരിക്കുന്നേ ആ ഡ്രസ്. ഹായ് സൂസൻ ആൻറ്റി എന്നൊന്ന് പറഞ്ഞേരെ. ഹായ് സൂസൻ ആൻറ്റി. വയ്യാതിരിക്കോ? ഇന്ന് അവധിയായിരുന്നു. മെനഞ്ഞാന്ന് രാത്രി മൊത്തം മഴയായതുകൊണ്ട് പക്ഷെ ഇന്ന് സ്കൂളിൽ പോകാമായിരുന്നു. മഴയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പോൾമോൻ ഉണ്ടായിരുന്നു, ഇവൻ ഇല്ലായിരുന്നു. രാവിലെ ഒരു അലർജി ആൾക്ക്. അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി എണീറ്റിട്ട് ഇപ്പം ഇരിക്കുക. എല്ലാവർക്കും സുഖമാണെന്ന് കുറേ നാളായില്ലേ വന്നിട്ട്? എല്ലാവർക്കും സുഖമാണെന്നൊക്കെ ചോദ്യം. എല്ലാവർക്കും സുഖമാണോ? ഓക്കെ. എന്നാ ഇനി അവിടെ പോയിരുന്നു. ഞാൻ കുറേ നേരം കൊണ്ട് പ്രൈസിനോട് അവിടെ പോയി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുക. പിന്നെ നോക്കി ഇത് ഓണാക്കിയിട്ടില്ലെന്ന്. എന്തുവാ കമൻറ്റ് കണ്ടില്ല ഗീതേച്ചി. പിന്നെ ചിലരുടെ കമൻറ്റ്സ് ഞാൻ ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പോയി നോക്കും. ആ വീഡിയോ റിപ്ലൈ കൊടുക്കാൻ വരുന്നുണ്ട്, അത് പിന്നെ കാണത്തില്ല. കമൻറ്റ് എവിടെ പോന്നോ എന്തോ. ഞാൻ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറഞ്ഞ് വന്നിരുന്നതാ, ഇപ്പം മറന്നുപോയി. കുറേ 3-4 ദിവസം അതിന് കുറേ മുമ്പ് ഇട്ട് പ്രിൻ്റ് പറഞ്ഞായിരുന്നു, ചേച്ചി മസാല ഇഡലിയുടെ ഒന്ന് ഷോർട്ട് ഇടണേന്ന്. ഞാൻ ഷോർട്ട് ഇടാനായിട്ട് കഴിഞ്ഞ ദിവസം എടുത്തു, പക്ഷേ ഞാൻ ഇടാൻ മറന്നുപോയി. ഉടനെ ഞാൻ ഇടാൻ കേട്ടോ റിൻറ്റു. അങ്ങനെ വേറെ എവിടെങ്ങാണ്ട് പോയി നോക്കി ചെയ്തെന്ന് പറയുന്നു. ഒരു മിനിറ്റ്. എന്നാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചാൽ ഡാഡിക്ക് എന്തോ വയ്യ, ടയേർഡാവുന്നു. അങ്ങനെയൊന്നുമില്ല. ഡാഡി ഒരു കാര്യം പറയുവാണെങ്കിൽ പെട്ടെന്ന് പറയത്തില്ല. കുറേ നേരം ഇങ്ങനെ കഴിഞ്ഞേ പറയത്തുള്ളൂ. അത് ഇപ്പോഴല്ല, പണ്ട് തൊട്ട് ഡാഡിയും ഡാഡിയുടെ ബ്രദറും ഇതുപോലെ. ഉടനെ നമുക്ക് ആൻസർ കിട്ടത്തില്ല. പിന്നെ എന്താ, പിന്നെ അയ്യോ ഇത് ഓഫാവുന്നില്ലടാ. ഇനി കൊച്ചൻ്റെ ഫസ്റ്റ് ടൈം എക്സാം വരുന്നു. ഇനി ഇത്തിരി തിരക്കിലൊക്കെ ആയിരിക്കും. അവൻ്റെ കൂടെ ഇരിക്കണം. ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് പോർഷൻ ഇങ്ങനെ തീർത്ത് ഞാൻ എടുത്തുകൊണ്ടിരിക്കും. ഇംഗ്ലീഷ് ഇനിയും തീർന്നു. ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് ചോദിച്ചിരിക്കണം. അങ്ങനെയൊക്കെ തിരക്കുകളാണ്. ഇല്ല, താഴെ പോകണ്ട. മഴയടി നനഞ്ഞ് എല്ലായിടവും കിടക്കുക. വേണ്ട, പോകണ്ട. അവനപ്പോൾ താഴെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകണ്ടെന്ന്. അവിടെ എല്ലാം മണ്ണ്, അങ്ങനെ ഗാർഡനിലാണെങ്കിലും മൊത്തം മണ്ണാണ്. ആ മണ്ണും ചവിട്ടി വരണം. പിന്നെ ഇവിടെ എല്ലാം ഈ സിമെൻറ്റ് ഉള്ളിടത്ത് അങ്ങനെ തെങ്ങി ഇടിച്ച് വീഴണം. ഇവന്മാരുടെയൊക്കെ നോക്കിയും കണ്ടുമല്ലല്ലോ നടക്കുന്നത്. ഞാൻ പറഞ്ഞു പോകണ്ടെന്ന്. അപ്പോൾ രാവിലെയും പോകണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞ് പോകണ്ടെന്ന്. ഇങ്ങനെ മഴ ചാറി നിൽക്കുക എന്നുള്ളതാണ്, തോരുന്നേ ഇല്ലെന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇനി എനിക്ക് പെട്ടെന്ന് ജോലികളെല്ലാം ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ നെയ്മീൻ അച്ചാറൊക്കെ ഞാൻ അയച്ചു കഴിഞ്ഞു. വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത്. പ്രോൺസ് വന്നിട്ട് കഴിഞ്ഞു. പിന്നെ നെയ്മീനൂടെ ഇടണം. ഇടുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം പറ്റിയില്ല എനിക്ക് എടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഷോർട്ട് ഇടാൻ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോകൾ ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു, ഡിലീറ്റ് ചെയ്യാതെ. അതുകൊണ്ടാണ് എനിക്ക് മെമ്മറി കാർഡ് ഫുള്ളായിട്ട് പോയത്. ഇപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് വരിക. അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. എല്ലാവരും വീഡിയോയൊക്കെ ഒന്ന് കാണുക.
ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു ശനിയാഴ്ച ദിവസം, ഞാൻ പറഞ്ഞ ആഴ്ച സാറ്റർഡേ ദിവസം മിക്കവാറും ചുരുക്കം ചില ദിവസമേ നൂഡിൽസ് അല്ലാത്ത ദിവസമുള്ളൂ. അന്ന് നൂഡിൽസ് ആയിരിക്കും. ഇവന്മാർക്ക് വെജിറ്റബിൾസ് ചേർത്തുള്ള നൂഡിൽസ് വേണ്ട, അപ്പോൾ അവർക്കല്ലാതെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എനിക്കും റേച്ചാനൂടെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഈ വെജിറ്റബിൾസ് വേണ്ടാത്തവർ പറയും ഒരു സ്പൂണിൽ നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ നീ. അന്നേരം പോകുമ്പോൾ ഇന്ന് പറഞ്ഞേക്കുക, ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് മമ്മി ഉണ്ടാക്കി തന്നാൽ മതി, ഇതുപോലെ മതിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അറിയത്തില്ല എന്തുവാന്നുള്ളത്. അപ്പം ഞാനങ്ങനെ മാഗി കഴിക്കുന്നതല്ല. ഇന്ന് പക്ഷേ ഓരോ ഓപ്ഷനും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇത് കഴിക്കേണ്ടി വന്നു. വെജിറ്റബിൾസൊക്കെ ഇടുന്നുണ്ടേ ഒരു ടേസ്റ്റ് ഉണ്ട്, അല്ലാതെ വെജിറ്റബിൾ ഇല്ലാതെ കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ ഒരാൾ വന്ന് വെറുതെ തറയെ കുത്തിയിരുന്ന് ഞാൻ നോക്കണേ കുഞ്ഞൊരു കാറും കൊണ്ടിരുന്ന് കാര്യം പറഞ്ഞ് ഇങ്ങനെ കളിക്കുക. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാനായിട്ട് നിന്നുണ്ടേ. പിന്നെ എൻ്റെ അടുത്ത് അവൻ്റെ കുറേ കാറുകൾ കിടക്കുന്ന ഒരു ഡബ്ബയുണ്ട്, അത് ചോദിച്ച് ഞാനതാ കൊടുത്തത്. ചിലപ്പോൾ തന്നെത്താനിരുന്ന് കാര്യം പറഞ്ഞ് ഭയങ്കര വണ്ടി കളിയാണ്. അത് കഴിഞ്ഞ് കുളിക്കാൻ പോയിട്ട് തലയിലുണ്ടല്ലേ ഞാൻ ഈ കാച്ചി എണ്ണ തേച്ച്, അവൻ അതിൻ്റെ സ്മെല്ലേ ഇഷ്ടമല്ല. ഈ പിള്ളേർക്ക് രണ്ടിനും ആ കാച്ചി എണ്ണയുടെ സ്മെല്ല് ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്നാ റീച്ചാൻ പറയാം, എന്നാൽ പോയി ഇച്ചിരി ഷാമ്പു ഇടാൻ. അങ്ങനെ ഷാമ്പു ഇട്ടുണ്ടെങ്കിൽ അവനത് കാണണം കണ്ണാടിയിൽ. പപ്പാടുത്ത് പറഞ്ഞ് അവനെ ഒന്ന് എടുത്ത് പൊക്കെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന്. അപ്പം ഞാനത് ഇതിൻ്റെ അകത്തങ്ങ് ഇട്ടതാണ്. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് അപ്പച്ചനെ പോയി സ്നേഹിക്കുക. ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര സ്നേഹമാണ്, ചില സമയത്ത് അനുസരിക്കത്തില്ല. അത് കഴിഞ്ഞ് രണ്ടുപേരൂടെ എന്തോ ഗെയിം കളിക്കുക. അതിനാ രണ്ടുപേരും ഭയങ്കര സ്നേഹം. ഞാനീ എടുക്കുന്നതൊന്നും ഇവന്മാരറിയുന്നില്ല, അവന്മാരുടേതായ ലോകത്താണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തൈരൊക്കെ ഒന്ന് ഉടച്ചായിരുന്നു. ഇന്ന് ഞാൻ പക്ഷേ എല്ലാ വീഡിയോയിലും എടുക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വെളുത്തുള്ളിയും 2 ദിവസത്തെ അടുപ്പിച്ചായതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇന്നലെ പൊളിച്ചതങ്ങ് ആ അച്ചാറങ്ങ് ഇട്ട് ഇന്ന് പിന്നെ പൊളിച്ചില്ല. പെട്ടെന്ന് ഞാൻ മോരുകറി ഉണ്ടാക്കിയിട്ട് പിന്നെ ഇഞ്ചി പൊളിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇഞ്ചി ക്ലീൻ ചെയ്യാനേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കിട്ടുന്ന ഇഞ്ചികൾ ഇത്തിരി വെള്ളം പോലാന്ന്. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം ആയതേ ഞാൻ കുറച്ച് നേരമായി ഇതെടുത്ത് വെളിയിൽ വെച്ചിട്ട്, അതുകൊണ്ട് ഇത്തിരി ഈർപ്പമായത്. അല്ലെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ ഉണങ്ങി ഞാൻ എൻ്റെ ഐഡിയയിൽ എനിക്കൊരു ഇത് അല്ലാതെ എങ്ങും ഞാൻ കണ്ടതോ ഒന്നുമല്ല, എനിക്ക് ആരും പറഞ്ഞും തന്നതല്ല. ഞാനിങ്ങനെ ഓരോ പേപ്പറിൽ ഇങ്ങനെ മൊത്തം ഇങ്ങനെ പൊതിയാൻ പറ്റാത്തത് കൊണ്ട് 2-3 എണ്ണം വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ ഒരു കവറിൽ കെട്ടി വെച്ചേക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടെ കവറിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ മുകളിങ്ങനെ വെള്ളം പോലെ ആവുമായിരുന്നു. ഇങ്ങനെ നമ്മുടെ നല്ല നാടൻ ഇഞ്ചിയല്ല, അതുകൊണ്ട്. അപ്പം ഞാൻ ഈ സഞ്ചി ഞാൻ വെളിയിലെടുത്ത് വെച്ചിട്ട് ഒത്തിരി നേരമായി, അതുകൊണ്ട് ഇങ്ങനെ ആയതാണ്. അപ്പോൾ ആ ഇഞ്ചിയൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് പോയി പൊളിച്ചിട്ട് പെട്ടെന്ന് അച്ചാറിടാൻ വേണ്ടിയേ. പണ്ട് ഞങ്ങളുടെ അയ്യത്ത് ഇഞ്ചി ഉണ്ടായിരുന്നു. ആ ഇഞ്ചി കണ്ട അതൊന്ന് ഒടിക്കുന്ന ഉടനെ നല്ല നീല കളറായിരുന്നു, അത്രയ്ക്ക് നല്ല ഇഞ്ചിയായിരുന്നു. നേരത്തെ ഞാനിങ്ങനെ പേപ്പർ ഇങ്ങനെ വെച്ചില്ലായിരുന്നു, കൊണ്ടുവന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ വെള്ളം ഇങ്ങനെ ആ ഇഞ്ചിയുടെ മുകൾ വശം ഇങ്ങനെ വെള്ളമായി ആയണ്ണ ഞാനതെല്ലാം കൂടെ ചിരണ്ടി അങ്ങ് പേസ്റ്റാക്കി വെച്ച്. അപ്പോൾ പ്രേസിന് വിശക്കെന്ന് പറഞ്ഞ് അവന് മുട്ട പൊരിച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ചപ്പാത്തി ഈ മുട്ടയും കൂടെ പൊരിച്ച് കൊടുക്കാമെന്ന് വെച്ച്. ബീൻസ് ഞാനിപ്പോൾ രാവിലെ അരിഞ്ഞത്, ഇന്നലെ എനിക്ക് പറ്റിയില്ല അതൊന്നും ചെയ്യാനായിട്ട്. അപ്പോൾ ബീൻസ് അരിഞ്ഞ് അതൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്ന് അച്ചാറിടണമെന്ന് പറഞ്ഞ് പോൾമോൻ പറഞ്ഞു, മമ്മി ഒരു കാര്യം ചെയ്യും, മമ്മി കൂട്ടാനും അതൊന്നും ഉണ്ടാക്കണ്ട, ഇന്നാളീ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയില്ലേ അതുപോലെ. ഞാൻ പറഞ്ഞിടാ ചിക്കൻ ഇല്ലായിരുന്നു. അവൻ പറഞ്ഞത് ശരിയായിരുന്നു, ഇച്ചിരി ചിക്കൻ ഇന്നലെ വാങ്ങിച്ചായിരുന്നെങ്കിൽ അതങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കിയായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ 2-3 കറി ഇതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന്മാർക്ക് അതങ്ങ് ഭയങ്കര ഇഷ്ടമായി. എന്നാൽ അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഇനി ഈ സൺഡേ നമുക്കത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലികളൊന്നും ചെയ്യാൻ വയ്യ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു ഇച്ചിരി ചിക്കൻ എങ്ങാനും ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്ത് എടുക്കാം. നല്ല ടേസ്റ്റുമാണ്. വേറെ കൂട്ടാൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഒരു പപ്പടം വേണമെങ്കിൽ മതി. കാരണം അതിൻ്റെ അത് വെജിറ്റബിൾസും എല്ലാം കൂടെ ചേരുന്നത് കൊണ്ട് പപ്പടത്തിൻ്റെ ഒന്നും ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഈ കറി വെക്കുന്നത് നമ്മൾ ഈ അച്ചാറിന് വാങ്ങിച്ച നെയ്മീൻ്റെ ഈ മുള്ളും തലയുടെ അവിടവും അതൊക്കെയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഷൈനി ബന്നി മെസ്സേജ് ഇട്ടതാ. മിക്ക ആൾക്കാർക്ക് ചൂര ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് നേരെ തിരിച്ച ചൂര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ നെയ്മീനും അതുമൊക്കെ ഇഷ്ടമുള്ളവർ കാണും. നെയ്മീൻ, അലുവ, ആവോലി. എനിക്കും അതിൽ ആവോലി എനിക്ക് അത്ര അത് പക്ഷേ വറക്കാൻ നല്ല ഈ ഇച്ചിരി സോഫ്റ്റ് പോലെ ഇരിക്കുന്ന മീൻ എനിക്കും അത്ര ഇഷ്ടമല്ല. ഇവിടുത്തെ പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ നെയ്മീൻ്റെ അകത്ത് 1 കിലോ നെയ്മീൻ അച്ചാറായിരുന്നു വേണ്ടിയത്. അപ്പോൾ നമുക്കവിടെ ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ അങ്ങനെ കിലോ കണക്കിനായിട്ടല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മീൻ ഇങ്ങ് വാങ്ങിച്ച് 2.5-3 കിലോയുടെ ഒരു മീൻ, 2.5-3 കിലോയുടെ മീൻ നമ്മൾ വാങ്ങിച്ചാൽ നമുക്കത് അച്ചാറിടാനായിട്ട് 1.5 കിലോയാണ് കിട്ടിയത്. ബാക്കിയെല്ലാം അതിൻ്റെ തലയും മുള്ളും സ്കിന്നും എല്ലാം കൂടെ അങ്ങ് പോവും. അതുകൊണ്ട് ഇന്നിപ്പോൾ കറി വെക്കുന്നത് ആ മുള്ള്. ഇവിടെ ആണെങ്കിൽ ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. ഈ പിള്ളേർക്കെന്നല്ല എനിക്കും ഇഷ്ടമല്ല ഈ നെയ്മീൻ്റെ. ആൾക്കാർ കല്ലെറിയും നെയ്മീനിൻ്റെ ഇതൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു സോഫ്റ്റ് പോലെ ഇരിക്കുമെന്നും. നെയ്മീൻ്റെ തല എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല. എന്നിട്ട് അവരത് വെട്ടിയ സമയത്ത് അത് വെട്ടി ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയും ഇത് തന്നെ ഒരു 1.5 കിലോ, 1 കിലോയോളം, 1.25 കിലോയോളം കാണത്തില്ല ഈ മുള്ളും ഇതെല്ലാം കൂടെ. അതെല്ലാം നമുക്ക് പോവല്ലേ. അപ്പോൾ ഞാൻ അതൊന്ന് അന്നത്തെ ദിവസം ഞാൻ അതിൽ നിന്ന് ഇച്ചിരി കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇച്ചിരി മുള്ളുള്ളടം ഉണ്ടെങ്കിൽ നമ്മളങ്ങ് അച്ചാറിലിടത്തില്ലല്ലോ, മാറ്റി വെക്കുമല്ലേ. അത് ഈ പിള്ളേർക്കൊക്കെ ഉള്ള മാംസം ഒരിച്ചിയുള്ളത് കൊടുത്തു. ഞാൻ വലിയ കാര്യത്തിൽ എടുത്ത് കൊടുത്തതാണ്. അപ്പം പോള് പറയാം ഈ ഒട്ടും ഇതല്ലായിരുന്നു, ഹാർഡല്ലായിരുന്നു, സോഫ്റ്റ് പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പ്രേസിനും പറഞ്ഞു മസാല പിടിച്ചില്ല അതുപോലെ ഉള്ള ഇതായിരുന്നെന്ന്. അപ്പോൾ റേച്ചാൻ പറഞ്ഞു ഈ ബംഗാളികളൊക്കെ മീനൊക്കെ ഒന്നും വറുത്തിട്ടല്ലേ കറി വെക്കുന്നത്. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇച്ചിരി ഹാർഡായിട്ടിരുന്നതിനായിരുന്നു, വറുത്തിട്ട് കറി വെക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ എന്തോ അതേലും ചെയ്യാനുള്ളത് ചെയ്ത്. നല്ല വിലയുള്ള സാധനങ്ങളൊന്നും നമുക്കിഷ്ടമല്ല. നമുക്ക് ഈ കുറഞ്ഞ വിലയുടെ ചൂര, മത്തി, അയല ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് തിളപ്പിക്കാൻ എല്ലാം പറക്കിയിട്ടിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വൈകിട്ട് ഇന്ന് പോള് ഇല്ല, പ്രൈസിനെ വിളിക്കാൻ എനിക്ക് പോകണം. കാരണം അവന് എക്സാം ആണെങ്കിൽ 4 മണിക്ക് പോയിട്ട് 4 തൊട്ട് 6 വരെ എക്സാമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് സമയം പോവും. അല്ലെങ്കിൽ അവനങ്ങ് വിളിക്കാൻ പോകുമായിരുന്നു. ഇന്ന് ഇപ്പോൾ നല്ല ജോലി എനിക്കുണ്ടായിരുന്നു, എനിക്കോട്ട് പോകാനും വയ്യായിരുന്നു, മഴ. അതുകൊണ്ട് പിന്നെ കൊച്ചിനെ വിളിക്കാൻ പോയാലല്ലോ ഒക്കത്തുള്ളൂ. അതാണ്ട് ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞ്. എന്ത് ഇരുട്ടായിരുന്നു, അതിന് മുമ്പിട്ട് ഭയങ്കര ഇരുട്ടായിരുന്നു, നല്ല മഴയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പോകത്തില്ലായിരുന്നു വിളിക്കാൻ. ഞാനിവിടെ നിന്ന് ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേലും ഞാൻ പറയും അവനെ ഇങ്ങോട്ടൊന്ന് വിട്ടേക്കണേന്ന്. പക്ഷേ മഴ ആയതുകൊണ്ട് അവൻ്റെ റെയിൻകോട്ട് ഉണ്ടെങ്കിലും അവൻ എടുത്തിടത്തില്ല. അവനിങ്ങ് ഓടി വരാൻ നോക്കും. അവനോട് എന്താടാ റെയിൻകോട്ട് ഇടാഞ്ഞെന്ന് ചോദിക്കുന്നതാണെങ്കിൽ പറയും വേറെ ആരും ഇട്ടില്ല അതുകൊണ്ട് ഞാനും ഇട്ടില്ലെന്ന് പറയും. അങ്ങനെയുള്ള പിള്ളേരാണ് നമ്മുടെ പിള്ളേർ. ഇതൊരു 7:30 ആയി. അപ്പം പ്രൈസം വന്നോണ്ടേ പറയുകയും ചെയ്തു എന്ത് ഡാർക്കായിട്ട് കിടക്കുന്നു, ഒത്തിരി ലേറ്റായതുപോലെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.